ഏത് നല്ല കാര്യത്തെയും എതിർക്കാൻ ചിലർ ചിലപ്പോൾ ഉണ്ടായേക്കാമെന്നത്. ഇവിടെ നമ്മുടെ നാടിൻ്റെ അനുഭവമെടുത്താൽ ചില ചെറിയ വിഭാഗങ്ങൾ, അവരുടെ പേരും മറ്റും എൻ്റെ നാക്കിൻ തുമ്പിൽ വരുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അത്തരം ചില ചെറിയ വിഭാഗങ്ങൾ നാട്ടിൽ ഏതൊരു നന്മയുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ വരുമ്പോഴും അതിനെതിർക്കാൻ മുൻപന്തിയിലുണ്ടാവും. പക്ഷേ ഇവിടെ സംഭവിച്ചത് പുറത്തുള്ള എതിർപ്പിനേക്കാളും ആരാണോ നടപ്പാക്കേണ്ടവർ അവരുടെ ഇടയിൽ തന്നെ ഇത് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരുണ്ടായി. ആ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുന്ന നിലയുണ്ടായി. ഒരു സംസ്ഥാനമെന്ന നിലക്ക് കടുത്ത അനുഭവമാണ് നമുക്ക് ഉണ്ടായത്. നമ്മുടെ നാഷണൽ ഹൈവേ അല്ലാതെ തുടർന്ന സ്ഥിതിയുണ്ടായി. ഇവിടെ നാം കാണേണ്ടത് ആ നേരത്തെ ആ ഭൂമി ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ 5600 കോടി രൂപ നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അടക്കേണ്ടി വരുമായിരുന്നില്ല. അത് സാധിക്കാതിരുന്നത് ആ സർക്കാരിൽ തന്നെ ഇത് ഏറ്റെടുക്കരുത് എന്ന നിർബന്ധം ഉള്ളവർ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ സർക്കാർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൂട്ടർ ഇരുന്ന് ഭരണം നടത്തേണ്ട ഒരു സംവിധാനമല്ല. നാടിനോടും ജനങ്ങളോടും താല്പര്യമുള്ള, നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള കൂട്ടരായിരിക്കണം സർക്കാർ എന്ന നിലക്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മാത്രമേ നാടിൻ്റേതായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയുള്ളൂ. നാടാകെ കാണുന്നൊരു കാര്യമാണ് റോഡ് നല്ല രീതിയിൽ വികസിപ്പിക്കുന്നു. നാട്ടുകാരുടെ എല്ലാം മനം കുളിർക്കത്തക്ക രീതിയിൽ നല്ല മനോഹരമായ റോഡായി മാറി. കുറച്ചാഴ്ചകൾ കഴിയുമ്പോഴായിരിക്കും ഒരു കൂട്ടർ വന്ന് ആ റോഡ് വെട്ടിപ്പൊളിക്കുന്നത്. അനാവശ്യമായ വെട്ടിപ്പൊളിക്കലാണെന്ന് പറയാൻ പറ്റില്ല, അതും ഒരു പദ്ധതിയുടെ ഭാഗമായിരിക്കും. ഏറ്റവും പ്രധാനം കുടിവെള്ളം എത്തിക്കുന്നതിനാവശ്യമായ പൈപ്പിടാനായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഈ മനോഹരമായ റോഡ് വെട്ടിപ്പൊളിക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് നാട്ടുകാരിൽ വല്ലാത്ത രോഷമാണ് ഉണ്ടാവുക. ഇത് നേരത്തെയുള്ള ആലോചനകൾ വേണ്ട രീതിയിൽ നടക്കാത്തതിൻ്റെ ഫലമായി സംഭവിക്കുന്നതാണ്. അങ്ങനെ ആലോചന നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പൂർണ്ണമായ റോഡ് വെട്ടിപ്പൊളിക്കേണ്ടി വരില്ലായിരുന്നു. ഇതുപോലുള്ള എത്രയോ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഏതായാലും അതിവിടെ ആവർത്തിക്കാതിരിക്കാനാണ് ലൈറ്റ് മെട്രോ യാഥാർത്ഥ്യമാകുമ്പോൾ അതിന് ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിലുള്ള മേൽപ്പാലം സ്വീകാര്യത്തുണ്ടാവുക എന്ന നിലയെടുത്തത്. അതിൻ്റെ ഭാഗമായി സംഭവിക്കുക, നമ്മുടെ മേൽപ്പാലം കൃത്യമായി ആദ്യം പണി നടക്കും. ലൈറ്റ് മെട്രോവിന് പിന്നെയും താമസം വന്നേക്കാം. പക്ഷെ അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഈ മേൽപ്പാലത്തിന് യാതൊരു ഊനവും തട്ടാതെ തന്നെ അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ അതിൻ്റെ മേലെ കൂടിയായിരിക്കാം ഈ ലൈറ്റ് മെട്രോ കടന്നു പോകുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പദ്ധതിയാണിത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം തിരുവനന്തപുരത്തേക്ക് കടക്കുമ്പോൾ ഈ പ്രദേശത്ത് ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി ഒഴിവാകുമെന്നതാണ്. ഇപ്പോൾ നാടാകെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നാടിൻ്റെ എല്ലാ ഭാഗത്തും വലിയ സന്തോഷമാണ് ഉയർന്നു വരുന്നത് നാം കാണുന്നത്. നമ്മുടെ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ എത്താനുള്ള റോഡുകൾ എടുത്താൽ പലയിടത്തും റോഡുകൾ വളരെ സഞ്ചാരയോഗ്യമല്ലാത്തതായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നാഷണൽ ഹൈവേയുടെ യഥാർത്ഥ ഗുണം നമ്മുടെ നാടിന് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടയാക്കിയത് നാഷണൽ ഹൈവേ വികസനത്തിന് നാം മുൻതൂക്കം നൽകിയില്ല എന്നതാണ്. പലവിധ കാരണങ്ങളാൽ അത് വൈകിപ്പോയി. നമ്മുടെ നാട്ടിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോഗം ചേർന്ന് നാഷണൽ ഹൈവേ നാട്ടിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് സ്ഥലമേറ്റെടുക്കൽ 45 മീറ്റർ വീതിയുള്ള റോഡാകണം എന്ന് പൊതുവായി തീരുമാനിക്കുന്ന അവസ്ഥയുണ്ടായി. എല്ലാവരും കൂടി എടുത്ത തീരുമാനം നടപ്പാക്കേണ്ടത് സംസ്ഥാനത്തെ ഗവൺമെൻറ്റാണ്. നമ്മളെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടാവും, വ്യത്യസ്ത ചിന്തകളുണ്ടാവും, വ്യത്യസ്ത രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാകും. പക്ഷേ സംസ്ഥാനത്തിന് എപ്പോഴും ഒരു ഗവൺമെൻറ്റാണല്ലോ ഉണ്ടാവുക. ആ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ്? അത് നാടിൻ്റെ വികസനം ഉറപ്പുവരുത്തലാണ്, നാടിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തലാണ്.
അതിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കാലാനുസൃതമായ വികസനവും പുരോഗതിയും അനുഭവവേദ്യമാകും. അതിന് കാര്യങ്ങൾ നിർവഹിക്കാൻ ചുമതലപ്പെട്ടതാണ് ഗവൺമെൻറ്. പക്ഷേ ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ആ ഗവൺമെൻറ് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഒരുങ്ങുമ്പോൾ തന്നെ ഗവൺമെൻറ്റിൽ തന്നെ ആ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നവരുണ്ടായാൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് പ്രയാസമാകും. ആ അനുഭവമാണ് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി വികസനം സ്തംഭിക്കുന്നതിനും തടയുന്നതിനും ഇടയാക്കിയത്. സ്ഥലമേറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ നിശ്ചയിച്ചാൽ നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ വിഭാഗം ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ചില അഭിപ്രായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എല്ലായിടങ്ങളിലും ഉണ്ടായി എന്ന് വരാം. നമ്മുടെ നാടിൻ്റെ മാത്രമല്ല എല്ലായിടങ്ങളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഏത് നല്ല കാര്യത്തെയും എതിർക്കാൻ ചിലർ ചിലപ്പോൾ ഉണ്ടായേക്കാമെന്നത്. ഇവിടെ നമ്മുടെ നാടിൻ്റെ അനുഭവമെടുത്താൽ ചില ചെറിയ വിഭാഗങ്ങൾ, അവരുടെ പേരും മറ്റും എൻ്റെ നാക്കിൻ തുമ്പിൽ വരുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അത്തരം ചില ചെറിയ വിഭാഗങ്ങൾ നാട്ടിൽ ഏതൊരു നന്മയുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ വരുമ്പോഴും അതിനെതിർക്കാൻ മുൻപന്തിയിലുണ്ടാവും. അത് കണ്ടുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നാട്ടിൽ ഇവർ മാത്രമല്ലല്ലോ, എതിർക്കുന്നവർ മാത്രമല്ലല്ലോ, മഹാഭൂരിഭാഗം അനുകൂലിക്കുന്നവരാണല്ലോ. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഉദ്ദേശിക്കുന്ന പദ്ധതി നടപ്പാക്കാൻ കഴിയും. പക്ഷേ ഇവിടെ സംഭവിച്ചത് പുറത്തുള്ള എതിർപ്പിനേക്കാളും ആരാണോ നടപ്പാക്കേണ്ടവർ അവരുടെ ഇടയിൽ തന്നെ ഇത് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരുണ്ടായി. ആ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുന്ന നിലയുണ്ടായി. ഒരു സംസ്ഥാനമെന്ന നിലക്ക് കടുത്ത അനുഭവമാണ് നമുക്ക് ഉണ്ടായത്. നമ്മുടെ നാഷണൽ ഹൈവേ അല്ലാതെ തുടരുന്ന സ്ഥിതിയുണ്ടായി. നാം മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ്. നമ്മുടെ അതിർത്തിയിൽ കിടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ, അയൽ സംസ്ഥാനങ്ങൾ, ആ അയൽ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ ഈ റോഡ് വഴി എത്തി പിന്നെ നാം കടക്കുന്നത് നല്ല സൗകര്യമുള്ള റോഡിലേക്കാണ്. അങ്ങനെ ഒരു ദുരനുഭവമാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ദുരനുഭവം മാറ്റി തീർക്കണമെന്ന ഇച്ഛാശക്തി ഇല്ലാത്തതിൻ്റെ ഫലമായി നമ്മൾ തുറന്നും ഗതികേടിലാകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. 2016 സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ നാഷണൽ ഹൈവേയുടെ പണി നടത്താൻ വേണ്ടി വന്ന നാഷണൽ ഹൈവേ അതോറിറ്റി എല്ലാം അവസാനിപ്പിച്ച് നാടുവിട്ടിരുന്നു. കാരണം ഇവിടെയൊന്നും നടക്കില്ല എന്നാണ് അവർ ഉറപ്പായി കരുതിയത്. പലവട്ടം ഉത്തരവാദപ്പെട്ട പലരെയും കണ്ടു, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ 2016 സർക്കാർ ഇത് നടപ്പാക്കണം, നിങ്ങൾ തിരിച്ചു വരണം എന്നാവശ്യപ്പെട്ടു. നാട്ടുകാരുടെ എതിർപ്പാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്. നാട്ടുകാരുടെ മുന്നിൽ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. നാട്ടുകാർ നല്ല സഹകരണം, പദ്ധതിക്ക് അനുകൂലമായ സഹകരണം, പദ്ധതി നടപ്പാക്കാനുള്ള ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു പ്രധാന പ്രശ്നമുണ്ടായി. നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ ഭൂമിക്ക് വലിയ വിലയാണ്. ഇവിടെ നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ ഭൂമിയുടെ വിലയുടെ കാര്യം പറഞ്ഞല്ലോ, ഞാനത് ആവർത്തിക്കേണ്ടതില്ല. വലിയ വിലയാണ്. അപ്പം ഞങ്ങൾക്ക് ഇത്രയും വില കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാനാവില്ല, നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത് തരണം. ആര്? സംസ്ഥാന സർക്കാർ. അപ്പം നമ്മുടെ രാജ്യത്ത് ഇതേവരെ അങ്ങനെ ഒരു ഏർപ്പാടില്ല. അത് ശരിയല്ല, നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഭൂമി എടുക്കാറ്, നിങ്ങൾ തന്നെ എടുക്കണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു. തർക്കമായി. നമുക്കൊരു കെണി ഇതിനകത്തുണ്ട്. എന്താണത്? നാഷണൽ ഹൈവേ അതോറിറ്റി നിർബന്ധം പിടിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായുള്ള ബാധ്യത സർക്കാർ വഹിക്കണമെന്ന്. ബാധ്യത വഹിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ എടുക്കില്ല എന്നാണ് പറയുന്നത്. നമ്മൾ വിഷമവൃത്തത്തിലായി. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യാത്തതിൻ്റെ പിഴ കൊടുക്കേണ്ട അവസ്ഥയായി. ആ ഗതികേടിൽ നിന്ന് നമ്മൾ ഒത്തുതീർപ്പിലേക്ക് എത്തി. 5600 കോടി രൂപയാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ 25% സംസ്ഥാനം വഹിക്കുക എന്ന ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി നമുക്ക് കൊടുക്കേണ്ടി വന്നത്. ആ പണം കിഫ്ബിയിൽ നിന്നാണ് നമ്മൾ എടുത്തത്. കിഫ്ബി മുഖേനയാണ് അടച്ചത്. അങ്ങനെയാണ് പണി തുടങ്ങുന്നത്, ഭൂമി ഏറ്റെടുക്കുന്നത്. ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും കടുത്ത എതിർപ്പുണ്ടായ ചിലർ പറഞ്ഞ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഒന്ന് മലപ്പുറത്താണ്, മലപ്പുറത്തിൻ്റെ ഭാഗം. ആ മലപ്പുറത്തിൻ്റെ ഭാഗത്തുള്ള ഒരു കൃഷിക്കാരൻ, ഈ നാഷണൽ ഹൈവേ കടന്നു വരുന്നൊരു ഭാഗത്ത് ഉള്ള കൃഷിക്കാരൻ,
അദ്ദേഹം പറയാണ്, ഞാൻ ഇതിനെ എതിർത്ത ആളായിരുന്നു. ഇപ്പോൾ ആ എതിർത്തത് ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആവശ്യത്തിന് നഷ്ടപരിഹാരം ലഭിച്ചു. എൻ്റെ തുകയൊക്കെ അദ്ദേഹം പറഞ്ഞു ഇത്രയാണ് ലഭിച്ചത് എന്നൊക്കെ. ഇവിടെ നേരത്തെ സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതുപോലുള്ള വലിയ തുകയുടെ കണക്കൊക്കെ പറഞ്ഞു. അന്ന് ചെയ്തത് ശരിയായില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇത് ഒരാളുടെ അനുഭവമായിട്ട് പറഞ്ഞതാണ്. ഈ രീതിയിൽ ആളുകൾ ചിന്തിക്കുന്ന അവസ്ഥ വന്നു. ഇവിടെ നാം കാണേണ്ടത് ആ നേരത്തെ ആ ഭൂമി ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ 5600 കോടി രൂപ നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അടക്കേണ്ടി വരുമായിരുന്നില്ല. അത് സാധിക്കാതിരുന്നത് ആ സർക്കാരിൽ തന്നെ ഇത് ഏറ്റെടുക്കരുത് എന്ന നിർബന്ധം ഉള്ളവർ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ സർക്കാർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൂട്ടർ ഇരുന്ന് ഭരണം നടത്തേണ്ട ഒരു സംവിധാനമല്ല. നാടിനോടും ജനങ്ങളോടും താല്പര്യമുള്ള, നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള കൂട്ടരായിരിക്കണം സർക്കാർ എന്ന നിലക്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മാത്രമേ നാടിൻ്റേതായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയുള്ളൂ. ഇപ്പോൾ മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് നിങ്ങൾ യാത്ര ചെയ്താൽ അതിൽ കാണുന്നൊരു കാഴ്ചയുണ്ട്. ചില ഭാഗം റോഡ് നല്ല നിലയിൽ പൂർണ്ണമായിരിക്കുകയാണ്. അതിലൂടെ നല്ല വേഗതയിൽ വരാം. ആ വേഗതയിൽ വരുന്നയാൾ കുറച്ചെത്തിയാൽ പിന്നെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് എത്തുക. അവിടെ വേഗത കുറയും. എങ്കിലും മനസ്സിൻ്റെ കുളിർമ നഷ്ടപ്പെടുന്നില്ല. കാരണം ഈ വന്ന വേഗതയിൽ തന്നെ ഏതാനും മാസം കഴിഞ്ഞാൽ ഇതിലൂടെയും പോകാനോ എന്ന ചിന്തയാണ്. ഇങ്ങനെയുള്ള റോഡുകളാണ് അങ്ങ് നിങ്ങോളം കാണാൻ നമുക്ക് സാധിക്കുന്നത്. അതിൽ അരൂർ ഭാഗത്തൊക്കെ നിർമ്മിക്കാൻ പോകുന്നത് രാജ്യത്തിൻ്റെ തന്നെ റെക്കോർഡായി മാറാനുമാണ് പോകുന്നത്. ആ തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, ഇത്തരം പദ്ധതികൾ നാടിൻ്റെ വികസനത്തിന് ആവശ്യമാണ്. ആ പദ്ധതികളിലൂടെയാണ് നാട് കാലത്തിന് യോജിച്ച രീതിയിൽ വളരുക. ഇപ്പോൾ ഒരുപാട് മേഖലകളിൽ കൂടുതൽ വികസനം എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. മഞ്ചേശ്വരം മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ എടുത്താൽ നമുക്ക് കിട്ടുന്ന കാഴ്ച എന്താ? ഒരു വലിയ പട്ടണത്തിൻ്റെ ഭാഗമായുള്ള പ്രദേശങ്ങൾ എന്ന കാഴ്ച മാത്രമേ കിട്ടൂ. ഇതിനിടക്ക് ചെറുതും വലുതുമായ നഗരങ്ങളുണ്ടാകാം. പക്ഷേ മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത് പോലുള്ള നഗരവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസം വലിയ തോതിൽ നമ്മുടെ ഇവിടെ പ്രകടമല്ല. അതിന് ആക്കം കൂട്ടാനാണ് ഈ സർക്കാർ സർവതല സ്പർശിയായ വികസനം എന്ന് പറഞ്ഞത്. അതോടൊപ്പം സാമൂഹ്യ നീതി അധിഷ്ഠിതമായ വികസനം. വെറുതെ വികസനം ഉണ്ടാവുക എന്നുള്ളതല്ല. ചിലയിടങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ എല്ലാ വികസനവും ഒരിടത്ത് കേന്ദ്രീകരിച്ചതായി കാണാൻ സാധിക്കും. ആ ഇടം ഒരു പ്രധാന പട്ടണമായിരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ പരിതാപകരമായ അവസ്ഥയായിരിക്കും. നമ്മുടെ നാട് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തത ശക്തമായ രീതിയിൽ നിലനിർത്താനും അതനുസരിച്ച് വളരാനും ആണ് സർവതല സ്പർശിയായ വികസനം എന്ന് പറഞ്ഞത്. പിന്നെ വികസനത്തിൻ്റെ സ്വാദ് എല്ലാവരും അനുഭവിക്കണം. ഏതെങ്കിലും ഒരു വരേണ്യ വിഭാഗം മാത്രം അനുഭവിക്കേണ്ടതല്ല. എല്ലാവർക്കും അതിൻ്റെ രുചി അറിയണം. എല്ലാവർക്കും അതിൻ്റെ രുചി അറിയണമെങ്കിൽ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ വികസനമായിരിക്കണം. ഞാൻ അതിൻ്റെ മറ്റ് കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളുടെയെല്ലാം അനുഭവത്തിലുണ്ട് ധാരാളം കാര്യങ്ങൾ. നമ്മൾ നാട്ടിൽ വരുത്തിയ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ ഭാഗമായി ശക്തിയാർജിച്ച പൊതുവിദ്യാഭ്യാസ രംഗം. അതിൻ്റെ പണത്തിൻ്റെ കണക്കൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഈ ശക്തിയാർജിച്ച പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ സ്വാദ് എല്ലാവരിലും എത്തുകയാണ്. പ്രത്യേകിച്ച് നാട്ടിലെ പാവപ്പെട്ടവർ, സാധാരണക്കാർ, അവർക്കിത് അനുഭവിക്കാൻ കഴിയാണ്. നല്ല രീതിയിൽ അനുഭവിക്കാൻ കഴിയാണ്. നമ്മുടെ ആശുപത്രികൾ ഇന്ന് രാജ്യത്തിന് മാതൃകയായി നിലകൊള്ളുന്നതാണ്. ഒരുപാട് നേട്ടങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗം നേടിയിട്ടുണ്ട്. ഇവിടെ കോവിഡ് മഹാമാരിയുടെ മുന്നിൽ പോലും നാം തളർന്നു വീണുപോയില്ല. ലോകത്ത് നമ്മളെക്കാളൊക്കെ എത്രയോ മികച്ച സമ്പത്തിൻ്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നവർ, എല്ലാ ആധുനിക സൗകര്യങ്ങളുടെയും കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നവരുണ്ടല്ലോ. അവരെ അടക്കം ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടാണ് കേരളം അവരുടെ മുന്നിൽ തലയുയർത്തി നിന്നത്. എന്താ കാര്യം? കോവിഡിൻ്റെ മൂർധന്യ ദശയിൽ പോലും ഒരു കാര്യത്തിലും നാം പറകിലായിരുന്നില്ല. കോവിഡിനെ നമ്മൾ ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ മറികടന്നു പോകാൻ കഴിഞ്ഞില്ല. ആ മൂർധന്യ ദശയിലും നമ്മുടെ ആശുപത്രികളിൽ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. ഇതെല്ലാം മറ്റുള്ളിടത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഇപ്പോൾ പറയേണ്ടതില്ല. ഇതൊന്നുമില്ലാത്ത പ്രദേശങ്ങളായിരുന്നു വലിയ സമ്പൽ സമൃദ്ധ രാഷ്ട്രങ്ങളടക്കം. അവിടെയാണ് കേരളത്തെ അത്ഭുതാതരങ്ങളോടെ ലോകം നോക്കിക്കണ്ടത്. അത്
നാം കേരളത്തിൽ നടത്തിയ ആർദ്രം മിഷന്റെ പ്രവർത്തനത്തിലൂടെ നേടിയ നേട്ടമാണെന്ന് നാം കാണണം. കാലാനുസൃതമായ പുരോഗതി നമ്മുടെ ആരോഗ്യരംഗത്തിന് ആർജിക്കാൻ കഴിഞ്ഞു. അതിന് ചെലവിട്ട പണത്തിലും നല്ലൊരു ഭാഗം കിഫ്ബി മുഖേനയാണ് കണ്ടെത്തിയത്. നല്ല നിലയിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ ഭാഗമായി എല്ലായിടങ്ങളിലും നമ്മുടെ ഇപ്പോഴത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലടക്കം എല്ലാ വിഭാഗം ആളുകളും എത്തിച്ചേരുകയാണ്. അതിൽ പാവപ്പെട്ടവരെന്നോ സമ്പന്നരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ തന്നെ ആളുകൾ എത്തിച്ചേരുന്ന അവസ്ഥയുണ്ടാവുകയാണ്. ഇതാണ് നാടിനാവശ്യം. എല്ലാവർക്കും എല്ലാ വികസനത്തിൻ്റെയും സ്വാദനുഭവിക്കാനാവണം. എല്ലാ പ്രദേശങ്ങളും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം. അതാണ് ഇവിടെ സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ദീർഘമായി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ട് എന്നതാണ് നാടിൻ്റെ പ്രത്യേകത. കേരളം അതിന് മാതൃകയാണ്. ഒരുമയ്ക്ക്, ഐക്യത്തിന്, ഒന്നിച്ചു നിൽക്കുന്നതിന് എല്ലാം മാതൃകയാണ്. ആ മാതൃക നമുക്കിനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ ഒരു കാലപരിധി ഈ നിർമ്മാണത്തിന് പറഞ്ഞിട്ടുണ്ട്. നല്ല കമ്പനി എന്ന നിലക്ക് ആ കാലപരിധിക്കുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.